തൃശൂർ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്തിലെത്തി തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുന്നതിനിടെയാണ് സംഘർഷം. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള തർക്കം, പുറത്തുനിന്ന് ആർക്കും ബന്ധമില്ല. എന്താണ് പ്രകോപനം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈലി, പഴയന്നൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഈ 16-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുടർച്ചയായി ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്നു, കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല എന്നാരോപിച്ചായിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിച്ചിങ്ങോട്ടെത്തുന്നത്. ഈ 16-ാം വാർഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ തൊഴിലാളികളെയും കൊണ്ട് വന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സുഹൈൽ പാറക്കലായിരുന്നു. ഇതോടുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹൈലിന് നേരെ തിരിയുന്നത്. എന്തിനാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സുഹൈലിന് നേരെ കയർക്കുന്നതും. പിന്നീട് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സുഹൈലിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു നേതൃ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഈ നേതൃ ക്യാമ്പിൽ പങ്കെടുത്ത DCC ഭാരവാഹി കൂടിയാണ് ഇത്തരത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചേരിതിരിഞ്ഞ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയാവുന്നവർ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. എന്തായാലും പഞ്ചായത്തിൽ ഇത് കോൺഗ്രസിനിടയിൽ തന്നെ നിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് അവതരിപ്പിക്കപ്പെടുന്ന സുഹൈൽ. ശരി, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ദഹിച്ചില്ല. സ്വന്തം പാർട്ടിക്കാരനാണെന്ന് നോക്കാതെ അങ്ങ് മർദ്ദിച്ചു.